ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ കള്ളത്തരായിരിക്കും. അസല് പനിയൊക്കെ പിടിച്ചിട്ട് 2-3 ആഴ്ചയായിട്ട് ഞാൻ ഭയങ്കര അബദ്ധത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അത് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഇന്ന് പോവുകയാണ് ഗൈസ്, ഒരു യാത്ര പോവുകയാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, എയർപോർട്ടാണ്. ഒറ്റയ്ക്കാണുള്ളത്, ആരുമില്ല. അച്ഛനാണ് സാധാരണ ഇവിടെ ഉണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ അമ്മ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര. വേറെ എങ്ങോട്ടേക്കുമല്ല, നാട്ടിലേക്കാണ്. കല്യാണം കഴിഞ്ഞിട്ട് 25-ാമത്തെ ദിവസം എനിക്ക് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വിചാരിച്ചു, യെസ്, ഇതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ബട്ട് പോകെ പോകെ എനിക്ക് കാര്യം മനസ്സിലായി, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. പ്രാവശ്യത്തെ വരവിന് 2 മെയിൻ ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഞാൻ വഴിയെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിത് ശരിക്കും പറഞ്ഞാൽ 24th ഉച്ചയ്ക്ക് കഴിഞ്ഞ എൻ്റെ ഫ്ലൈറ്റ് ഒരു 3 മണിക്ക് കാലിക്കറ്റിലേക്കായിരുന്നേ. അങ്ങനെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് നേരെ ട്രാഫിക്കൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ഫ്ലൈറ്റ് മിക്കവാറും പോയി കാണുമെന്ന്, കാരണം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കിൽ പെട്ടായിരുന്നു. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലൈറ്റ് എടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ പ്രാവശ്യം ഭയങ്കര അടി പറ്റി. ഫ്ലൈറ്റിനകത്ത് ഒമാനിയറിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹെഡ്ഫോണും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് നീ കാണാമെന്ന് വിചാരിച്ചിട്ട്. ബട്ട് എന്നെ ഒമാനിയർ ചതിച്ചു ഗൈസ്. സ്ക്രീൻ ഇല്ലാത്തത്. അയ്യോ, എനിക്ക് അത് കൂടെ അങ്ങ് സങ്കടമായിട്ട് വയ്യ. ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഞാൻ 3 മണിക്കൂർ എന്ത് ചെയ്യും? ഞാൻ നെക്ക് പില്ലോ എടുക്കാൻ വിട്ടു. നെക്ക് പില്ലോ ഇട്ടാൽ എനിക്ക് ഫ്ലൈറ്റിൽ ഉറങ്ങാനും പറ്റില്ല. അതൊക്കെ കൂടെ ശോകാവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ലാൻഡിങ് കാണുന്നത് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഏകദേശം ഒരു 25 years മുകളിലായി ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. ബട്ട് എവറി ടൈം ഞാൻ അതിനകത്ത് കയറുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കയറുമ്പോഴും കാണുമ്പോഴും മാത്രം. ബട്ട് അതിലിരിക്കുന്ന സമയത്ത് എൻ്റെ പൊന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ യൂറോപ്പിലൊക്കെ പോകുന്ന ആൾക്കാർ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഇത്രയും നേരം ആ ഫ്ലൈറ്റിൽ 16 hours 14 hours ഒക്കെ കണ്ടിന്യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കൊരു 3.25 മണിക്കൂർ പോലും അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. അതിടയ്ക്ക് ഫുഡ് വന്നു. ഫുഡും പരിതാപകരമായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ വരവ് അങ്ങോട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് ഉറങ്ങി. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേരുടെ കരച്ചിലൊക്കെ കേട്ട് എങ്ങനെയൊക്കെയോ ഒന്ന് ഉറങ്ങി ഞാൻ എണീറ്റു. അപ്പോഴത്തേക്കും ഞാൻ കോഴിക്കോട് എത്തി. എൻ്റെ ഈ വരവിനൊരു കാര്യമുണ്ട്, ആർക്കും അറിയില്ല ഞാൻ നാട്ടിലേക്ക് വരുന്നത്. എൻ്റെ അമ്മയ്ക്കും ഒക്കെ അറിയാം, എൻ്റെ ഫാദറിനും അറിയാം. ബട്ട് വേറെ ആർക്കും, ശ്രുതന് അറിയത്തില്ല, ശ്രുതൻ്റെ പപ്പ അമ്മ അവർക്ക് ആർക്കും അറിയത്തില്ല. എൻ്റെ നാത്തൂന് അറിയായിരുന്നു കേട്ടോ, കാരണം ചെല്ലുമ്പോൾ വാതിൽ തുറന്നു തരാൻ ആരെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നാത്തൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന കാര്യം. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോകാൻ വേണ്ടിയിട്ട്. കാരണം ശ്രീകുട്ടനെ കാണാമല്ലോ. 55-58 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ എല്ലാ വക സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് കാണുമ്പോൾ എന്താ ചെയ്യുക, അല്ല എന്താ പറയുക, ഈ അടിവയറ്റിൽ മഞ്ഞൊരുങ്ങുന്നൊരവസ്ഥ, അത് തന്നെ. കോഴിക്കോടൊക്കെ നല്ല ചൂടാണ്. മസ്കറ്റിനെക്കാട്ടും ചൂട് എനിക്ക് കോഴിക്കോട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഞാൻ അമ്മൂനെ വിളിച്ചിട്ട് മെസ്സേജൊക്കെ അയച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ എത്താനായി എന്നൊക്കെ. ഇതാണ് ഞങ്ങളുടെ ബത്തേരി ക്ലീൻ സിറ്റി. ഒരുപാട് റീൽസിലൂടെ തന്നെ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ക്ലീനാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ് ഞങ്ങളുടെ ബത്തേരി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗൈസ്. നേരെ അമ്മൂന് മെസ്സേജ് അയച്ചു, വീട്ടിനകത്തേക്ക് കയറി. മസ്കറ്റിൽ നിന്നുള്ള എൻ്റെ കോളും പ്രതീക്ഷിച്ച് ഇവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട് കേട്ടോ, ശ്രീകുട്ടനോട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതും. അങ്ങനെ ഉള്ളിൽ കയറി. ആദ്യം തന്നെ അമ്മയ്ക്കാണ് ഞാൻ ഷോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, ആരാ എന്താണെന്ന് നമുക്കൊരു കിളി പോയ അവസ്ഥയായിരുന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ ശ്രീകുട്ടൻ്റെ റൂമിലേക്ക് പോയി. ശ്രീധുന് ആക്ച്വലി നല്ലോണം ഷോക്കായി പോയിട്ടോ. പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ മസ്കറ്റിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ പുള്ളി വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് സംസാരമായി, ബഹളായി. പിന്നെ എടുക്കാനൊക്കെ ഞാൻ വിട്ടുപോയിട്ടോ വീഡിയോ. അപ്പം ഇന്ന് അത്രയ്ക്കുള്ളൂ. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ബൈ ബൈ.